മാന്യതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പരിഗണനകൾ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. പ്രതിഫലേച്ഛയോടുകൂടി മാന്യത പുലർത്തുന്നതും വലിയ മാന്യതയല്ല. പക്ഷെ മാന്യത ശ്രദ്ധിക്കപ്പെടാറില്ല പൊതുവെ. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം, നമ്മളിപ്പോൾ രാത്രി ഒരു കാട്ടിൽ കൂടെ നടക്കേണ്ടി വന്നാൽ അവിടെ പാമ്പുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കും, പൂമ്പാറ്റയുണ്ടോ എന്ന് ചിന്തിക്കാറേ ഇല്ല. പൂമ്പാറ്റയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പൂമ്പാറ്റ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ പാമ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം പാമ്പ് അത്ര മാന്യനല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പൂമ്പാറ്റ ഇച്ചിരി മാന്യതയൊക്കെ വേണ്ടിയാണ്. പകല് വല്ല ചെടിയിലോ പൂലോ ഒക്കെ ഇരിക്കുന്നുണ്ടോ നോക്കാം, അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, നമ്മളോട് ഏതെങ്കിലും ഒരാൾ മാന്യമായോ മര്യാദയ്ക്കോ പെരുമാറിയാൽ ആ പെരുമാറ്റത്തെ വലിയ സംശയത്തോടെ നോക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവൻ 2 ദിവസമായിട്ട് എന്നോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ, എന്തോ ഉദ്ദേശം ഇവനുണ്ട്, എന്തോ കടം ചോദിക്കാനുള്ള പ്ലാനോ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്തിനാ എന്നോട് മാന്യമായിട്ട് പെരുമാറുന്നത് എന്ന് നമ്മൾ സംശയത്തോടെ നോക്കുന്ന കൂടെ അവസ്ഥയായി. ഈയിടയ്ക്ക് ഒരു സിനിമയുടെ ചർച്ച ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു നായകൻ ഒറ്റയ്ക്ക് ഒരു 100 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന സീൻ വിശ്വസിക്കുന്ന അത്ര പോലും ഒരു നായകൻ 10 പേർക്ക് ഫ്രീ ആയിട്ട് ഊണ് മേടിച്ചു കൊടുക്കുന്ന ഒരു സീൻ ഇന്ന് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. ആൾക്കാർ കൂവും ആ സീനിന്. കാരണം അത് അവൻ അവിശ്വസനീയമായി തോന്നും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അച്ഛന് വലിയ നന്ദി അങ്ങനെ പറഞ്ഞതിന്. ഒപ്പം അച്ഛൻ പറഞ്ഞു, കാണുമ്പോൾ സന്തോഷം വന്നു എന്ന് പറഞ്ഞു. അതും എനിക്ക്, ഞാനൊരു 10-26 കൊല്ലമായിട്ട് 3000 എപ്പിസോഡുകൾ ടി വിയിൽ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തന്നെ സ്റ്റേജ് പരിപാടികളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന ഓണം എനിക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു അംഗീകാരമാണ് കാണുമ്പോൾ ചിരി വരിക എന്ന് പറയുന്നത്. ഇപ്പോൾ മൃഗശാലയിൽ നിങ്ങൾ പോയിക്കോ, സിംഹത്തിനെ കണ്ടോ കടുവയെ കണ്ടോ, നിങ്ങൾക്ക് ചിരി വരിക ചിലപ്പോൾ കുരങ്ങൻ്റെ കൂടിൻ്റെ മുന്നിലെത്തുമ്പോഴായിരിക്കും. ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ എന്തോ കുരങ്ങൻ നമ്മളെ അങ്ങനെ ഒരുപാട് ചിരിപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു ചിരി ഇതിനെ കാണുമ്പോൾ വരാറുണ്ട്. അത് എനിക്ക് അങ്ങനെ ആകുന്നതിനും വലിയ സന്തോഷമാണ്. ഞാനൊരിക്കൽ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും ഭാര്യയും എൻ്റെ കുട്ടിയൊക്കെ ആയിട്ട് ഒരു 2 ദിവസം താമസിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് മോൾക്ക് പനി വന്നു. ചെറിയ കുട്ടിയപ്പോൾ അവളെ കൊണ്ട് ഞാൻ അവിടെ തേയിലത്തോട്ടത്തിനിടയിലുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ പോയി. മുഴുവൻ തമിഴ് ആൾക്കാരാണ്. ആർക്കും എന്നെ അങ്ങനെ പരിചയമൊന്നുമില്ല. ഞാൻ ഡോക്ടറെ മുറി കയറി. ഡോക്ടർ മുകളിൽ കഷത്തിൽ തെർമോമീറ്ററൊക്കെ വെച്ചപ്പോൾ തൊട്ട് ഈ ഡോക്ടർ വല്ലാത്തൊരു മുഖഭാവമൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, ഞാൻ മലയാളിയാണ്, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട് ചിരി സഹിക്കാൻ പറ്റണില്ല, നിങ്ങളുടെ മോക്ക് പനിയാണ്, ഞാൻ ഈ സമയത്ത് ശരിക്കും ചിരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങളും ട്രംപുമായിട്ട് വർത്തമാനം പറയുന്ന വീഡിയോ ഓർമ്മ വന്നിട്ട് ചിരി വരികയാണ്, ഞാൻ ചിരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിരി വന്നാൽ ചിരിച്ചോളൂ, അതിലൊരു കുഴപ്പവുമില്ല, വലിയ സന്തോഷം. ഞാൻ അതാണ് പറഞ്ഞത്. അപ്പോൾ ചിലർക്ക് നമ്മളെ കാണുമ്പോൾ ചിരി വരുന്നു എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷമാണ്, ഒരു നഷ്ടമില്ലാത്ത ഉപകാരമാണ്. ചിരി ഒരു വലിയ വികസന പ്രവർത്തനമാണ്. 2 ഇഞ്ചിൻ്റെ ചുണ്ടിനെ 4 ഇഞ്ചാക്കി വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചിരി. ഏറ്റവും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളൊരു ലിഫ്റ്റ് കയറുമ്പോൾ ഒരു അപരിചിതൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചിരിയാണ് ഭാഷ പോലും ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നെ ഈ സ്കൂളിലേക്ക് എന്നെ വിളിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നമ്മളൊരു ഒരു കുട്ടികൾ, നമ്മളുൾപ്പെടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ കുറേ അധികം കാലം പഠനം എന്നൊരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കൾ അങ്ങനെ കുട്ടികളോട് എന്തെങ്കിലും ഒന്ന് കടയിൽ പോകൂ, ഒരു സാധനം മേടിച്ചുകൊണ്ട് വരൂ എന്ന് പോലും പറയാറില്ല. പഠിക്കൂ, മറ്റൊരു ജോലിയും പലപ്പോഴും പല കുട്ടികളെയും നമ്മൾ ഏൽപ്പിക്കാറില്ലെങ്കിൽ പോലും അങ്ങനെ പഠനം എന്ന വിഷയത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ ആദ്യത്തെ കുറേ നാൾ, ഏകദേശം ഒരു 20 വയസ്സ് വരെ മാറ്റിവെക്കുന്നു. അതിനുശേഷം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച 20 കൊല്ലങ്ങളിൽ നിന്നും നിങ്ങളുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 5 ദിവസങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും റെഗുലർ ഡേയ്സ് പറയില്ല. അവർ പറയുന്ന ദിവസങ്ങളിൽ ടൂർ പോയ ദിവസമോ ഇങ്ങനെ നമ്മൾ ഒത്തുകൂടിയ ദിവസമോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഈ വിദ്യാലയത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ കൂടി പേര് എഴുതി ചേർക്കാൻ പറ്റിയതിൽ ഞാൻ അതിയായ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. വലിയ സന്തോഷം അതിന് എന്നെ കൂടി ക്ഷണിച്ചതിന്. 2, സന്തോഷമുള്ള സ്ഥലങ്ങളിലായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ആളുകളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. നിങ്ങളും അത്തരത്തിലുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്ന ആളുകളുടെ പ്രസംഗം ഒരു തുള്ളി വിരസമായാൽ തന്നെ അന്നത്തെ കൊച്ചുകുട്ടിയായിരുന്ന ഞാൻ ഒന്നും അറിയാതെ അവരെ പ്രാകുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇവിടെയുള്ള പലരും എൻ്റെ പ്രസംഗവും ഒരു തരി അതിരി വിടുവോ വിരസമോ ആയ എന്നെ പ്രാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും പൊതുവേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുകയാണല്ലോ, നമുക്കൊക്കെ വ്യായാമത്തിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. ഈയിടയ്ക്ക് ചൈനയിലുള്ളൊരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചതാണ്, കലോറി കണക്കിന് ഊർജ്ജം ശരീരത്തിൽ നിന്ന് പോകുന്നതിനും ഹാർട്ട് അറ്റാക്ക് തടയുന്നതിനും കൈയടിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞത്. അത്
ഗവൺമെന്റ് GST ഏർപ്പെടുത്തിയിട്ടില്ലാത്തൊരു സാധനമാണ് കയ്യടി എന്ന് പറയുന്നത്. ഇത് സൂക്ഷിച്ചു വെച്ച് അടുത്ത വാർഷികത്തിന് അടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് അടിച്ചാൽ തീർന്നു പോവില്ല. നല്ലൊരു കയ്യടി നമുക്കൊരു ഉഷാർ വരുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കൂടെ അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ അടിക്കണം, വെറുതെ ഇത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. രസമായിട്ട് കൈയടിച്ചൊക്കെ മുന്നോട്ട് പോകാം. ഞാൻ പിന്നീട് ഇനി ഇവിടുത്തെ ഇപ്പം പ്രിൻസിപ്പലിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു. അധ്യാപകരെയും പ്രിൻസിപ്പലിനെയൊക്കെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഇതിനിടെ വർത്തമാനം പറഞ്ഞു പോയ കാര്യങ്ങളിൽ ഒന്നാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒരു 200 കൊല്ലം മുമ്പ് ഒരാൾ കൃഷി പഠിച്ചാൽ മതിയായിരുന്നു ജീവിക്കാൻ, പിന്നെ ചില സ്കിൽഡ് വർക്കുകൾ പഠിച്ചാൽ മതിയായിരുന്നു ജീവിക്കാൻ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലതരത്തിൽപ്പെട്ട തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ വന്നെങ്കിലും ഇന്ന് UKGയിലോ LKGയിലോ ചേർക്കുന്ന ഒരു കുട്ടി എന്ത് പഠിച്ചാലാണ് 20 വർഷങ്ങൾക്കപ്പുറം ആ പഠിച്ച കാര്യത്തിന് പ്രസക്തി ഉണ്ടാകുക എന്ന് മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിൽ ലോകം ഇന്ന് വന്ന് എത്തി നിൽക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്, എത്ര വേഗത്തിലാണ് പോകുന്നത് എന്നതിന് യാതൊരു കണക്കുമില്ലാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അത്ര വേഗത്തിൽ ലോകം പോവുകയാണ്. അപ്പോൾ AI പലതരത്തിൽപ്പെട്ട തൊഴിലുകളെയും മാറ്റിമറിക്കും, തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കും എന്ന് പറയുന്നു. AI ശരിക്ക് നിർമ്മിത ബുദ്ധിയാണ്. നിർമ്മിത ബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാളെയോ നമുക്ക് എപ്പോഴും പൈസ കൊടുത്ത് വാങ്ങാനാകും. ഒരു ബുദ്ധിയില്ലാത്തതല്ല, ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾക്കും ഒരു സ്കൂൾ തുടങ്ങാൻ പറ്റും. ആ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസമുള്ള അധ്യാപകരെ നമുക്ക് ശമ്പളത്തിന് ജോലിക്ക് കിട്ടും. കമ്പനി തുടങ്ങിയാൽ ശമ്പളത്തിന് ജോലിക്ക് കിട്ടും. അപ്പോൾ പ്രായോഗിക ബുദ്ധിയുള്ള ഒരാൾക്ക് നല്ല ഒരു നിർമ്മിത ബുദ്ധിയെ വില കൊടുത്ത് മേടിക്കാനാകും. പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് AIക്കുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ള സ്ഥലമല്ല. ഈ ഒരു സ്കൂളിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടപ്പോൾ പലപ്പോഴും പല യൂത്ത് ഫെസ്റ്റിവൽക്കും ഈ റിപ്പോർട്ട് വായന ഭയങ്കര വിരസമാണെന്നൊക്കെ പറഞ്ഞ് വായിപ്പിക്കാതിരിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അധ്യാപകരെ ഞാൻ സമ്മതിച്ചു പോകുന്നത്, ആകെ ഇത്ര ദിവസമുള്ള ഒരു സ്കൂള്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 2 ദിവസം അവധി ഉണ്ടായിരുന്നു, ഒരു ദിവസം സമരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോർഷൻ തീർന്നില്ല എന്നൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് ഓടി നടക്കുന്ന ടീച്ചർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ ഈ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇത്രയും ഡേ ആഘോഷിക്കുന്നതെന്ന് എനിക്ക് വല്ലാത്ത സംശയം തോന്നി. കളേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, നാഷണൽ ഡേ, ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യ സമരം, സർവ്വസാധനങ്ങളും ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കുട്ടി ഒരാടൊക്കെ ആയിട്ട് ബഷീർ അനുസ്മരണ ദിനം, പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഫോട്ടോ കണ്ടു. ആ ബഷീർ അനുസ്മരണത്തിൽ നിന്നും ഇവിടെ 50 കുട്ടികൾ പാടിയ ഇറ്റാലിയൻ ഫോക്ക് സോങ്ങായ ബെല്ലച്ചാവു വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഭൂമിക്കൊരു പ്രദക്ഷിണം വെക്കുന്നതിന് തുല്യമായ ദൂരമാണ്. അത്രയും സ്ഥലങ്ങളിലൂടെ, അത്രയും ലോകപരിചയങ്ങളിലൂടെ ഈ കുട്ടികളെ കൊണ്ടുപോവുക. കാരണം ഞാൻ പറഞ്ഞത്, നമ്മുടെ ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവുകളുടെ മെറിറ്റ് എന്ന് പറയുന്നത് ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറ് ഭാഷ പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ഭാഷ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഇത്രയുള്ള എക്യുപ്മെന്റ് മേടിച്ച് അതിൽ നമ്മൾ ഏത് ഭാഷയെ പറഞ്ഞാലും അപ്പുറത്തേക്കുന്നവനോട് ആ ഭാഷയിൽ ഈ ട്രാൻസ്ലേറ്റർ ചെയ്തു കൊടുക്കും. അപ്പോൾ ഭാഷയ്ക്ക് പോലും, ഭാഷാ പഠനം പോലും അത്ര ആവശ്യമല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഒരു കാര്യം കൂടെ പറയും. ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം കുറേ കുട്ടികൾക്ക് മൊബൈൽ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ കുറേ ആളുകൾക്ക് മൊബൈൽ കൊടുത്ത്, കുറേ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ മൊബൈൽ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നോക്കൂ, ഫിസിക്കൽ സ്കൂളുകളുടെ ആവശ്യം എന്തുമാത്രം കുറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബാങ്കിൽ പോകണ്ട, നമ്മൾ ഹോട്ടലിൽ പോകണ്ട, ഓർഡർ ചെയ്താൽ സാധനം കിട്ടുകയാണ്, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോകണ്ട. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഫിസിക്കൽ കെട്ടിടമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സ്കൂളിന്റെ പ്രസക്തി എന്തുമാത്രം കുറഞ്ഞു. കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. ചിലപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം ഡിജിറ്റൽ സ്കൂളുകളാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ അത് നല്ലതാണ്. പക്ഷേ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയെല്ലാമാണ് മനുഷ്യർ ഓരോ സാഹചര്യങ്ങളിൽ പെരുമാറുക എന്ന സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാൻ, ഒന്നിച്ചിരിക്കാൻ, അവരൻ നമുക്കൊരു ബാധ്യതയല്ലാതാകാനെല്ലാം സ്കൂളുകളും സ്കൂൾ കെട്ടിടങ്ങളും അവിടെ 50-60 കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതുമെല്ലാം വളരെ അനിവാര്യമാണ്. അതിനോടൊപ്പം ഇത്തരത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ ഒരു സ്കൂൾ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം ദിവസങ്ങൾ എല്ലാം ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഞാൻ ടീച്ചർമാരെ അഭിനന്ദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നാട്ടിൽ ഉത്സവം നടക്കുമ്പം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അതിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലേ ഓടും. ടീച്ചർ അതിലേ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലേ പോകും. ഞങ്ങളും ടീച്ചർമാരും ഒക്കെ ആയിട്ട് സ്കൂൾ വിട്ടാൽ പിന്നെ ഇതിങ്ങടെ കണ്ണിപ്പെടാണ്ട് ഞങ്ങൾ ഓടി നടക്കുമായിരുന്നു. എൻ്റെ മോളൊക്കെ വീട്ടിൽ വന്ന് 6 മണിക്കൊക്കെ അമ്മ മൊബൈൽ തരുമോ, ടീച്ചറിനെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. സത്യത്തിൽ ടീച്ചർമാർക്ക് ഇപ്പോൾ ഫയർഫോഴ്സുകാരുടെ പണിയാണ്. അങ്ങനെ 4 മണി കഴിഞ്ഞാലൊന്നും ഒരു ടീച്ചറിൻ്റെയും ജോലി തീരുന്നില്ല. എല്ലാ ക്ലാസ്സിനും വാട്സാപ്പ് ഗ്രൂപ്പുകളും കുട്ടികളും അവരുടെ സംശയം ചോദിക്കലും പറച്ചിലുകളും ഒക്കെയായി ഇതൊരു 24/7 ജോലിയാണ് അധ്യയനം എന്ന് പറയുന്നത് ഇപ്പോൾ. അതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന അവർ ഓരോരുത്തരെയും അതിന് പിന്തുണയ്ക്കുന്ന മാനേജ്മെന്റിനെയും അവരോടൊപ്പം നിൽക്കുന്ന രക്ഷാകർത്താക്കളെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊരു വലിയ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കോളണമെന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കാര്യങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പിന്നീട് അച്ഛൻ കർദിനാൾ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, എന്തേലും
തമാശക്ക് പറയണം കേട്ടോ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട്. അപ്പോൾ അച്ഛനും ഇച്ചിരി സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ ഉള്ള ആളാണ്. ഞങ്ങളിങ്ങനെ നടത്തി കൊണ്ടുവരുമ്പം ഫ്രണ്ടിൽ 3 കുട്ടികൾ ആനക്കൊമ്പിൻ്റെ കട്ടൗട്ട്, ആനക്കൊമ്പ് തെർമോക്കോളി വെട്ടിയത് കൊണ്ട് നടപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സൂക്ഷിക്കണം, പിള്ളേരും ആനക്കൊമ്പുമായിട്ട് ചിലപ്പം നടനം എന്നുള്ള നിലയിൽ നിങ്ങളെ പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞു. ഞാൻ അച്ഛാ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോവുകയില്ല, പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചും കൂടിയേ പോവുള്ളൂ, കൂട്ടുപ്രതിയായിട്ട് ഞാൻ പേര് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം നർമ്മം, നർമ്മബോധം, സരസമായ സംസാരം എന്നൊക്കെ പറയുന്നതിൻ്റെ മൂല്യം വളരെ വലുതാണ്. നോക്കൂ, ഇത്രയധികം നമ്മളിപ്പോൾ പഴയ കാലം നല്ലതായിരുന്നു, ഇപ്പോൾ മോശമാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പണ്ടത്തെ അത്ര 3 നേരം ഭക്ഷണം വെച്ച എത്ര വീടുണ്ട്, ആ ഒരു അസുഖം വന്നാൽ എന്തെല്ലാം കുഴപ്പങ്ങളായിരുന്നു, യാത്രാ സൗകര്യങ്ങൾ ഇത്രയില്ല, കമ്മ്യൂണിക്കേഷൻ ഇത്രയില്ല. എന്തിനാ പറയുന്നത്, നല്ലൊരു 40 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്തിട്ട് മരിച്ചൊരു രാജാവ് പോലും ഈ ലോകത്തില്ല. എല്ലാം കുതിരപ്പുറത്തൊക്കെയാണ്. ഞാൻ ഊട്ടിയിലൊക്കെ പോയിട്ട് കുതിരപ്പുറത്ത് ഒരു റൗണ്ട് അടിച്ചപ്പോൾ തന്നെ നാട്ടിൽ റബ്ബർ പോലെയായി. അപ്പോൾ ഈ കുതിരപ്പുറത്തൊക്കെ ടിപ്പു സുൽത്താനൊക്കെ മൈസൂരിൽ നിന്ന് ഇവിടം വരെ വന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വോൾവോ ബസ്സിന് പോയിട്ട് ഒക്കുന്നില്ല. അതാണ് നമ്മൾ പഴയ കാലം രാജാവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഐസ്ക്രീം തിന്ന് മരിച്ച രാജാവില്ല, കാരണം ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല. 1921 കേരളത്തിൽ കറണ്ട് വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ പണ്ട് 45-50 വയസ്സാണ് മനുഷ്യൻ്റെ ശരാശരി ആയുസ്. അപ്പോൾ കാലം ഏറ്റവും പുതിയ ഫോൺ ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, കെട്ടിടം ആയിക്കോട്ടെ, ഏറ്റവും പുതിയതാണ്, ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും നല്ലത് ഇതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പഴയ കാലം നല്ലതായിരുന്നു എന്ന് പറയുന്നത്? നമ്മുടെ സന്തോഷത്തിൻ്റെ അളവ് വെച്ചാണ്. ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്, സന്തോഷമില്ല. പണ്ട് സൗകര്യങ്ങളില്ല, സന്തോഷമുണ്ട് എന്നുള്ളിടത്താണ്. ഈ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ്. ബി ഹാപ്പി ഫോർ നോ റീസൺ എന്ന് പറയും. എല്ലാവരും സന്തോഷമായിരിക്കുക. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും തമാശയൊക്കെ പറയണം എന്നച്ഛൻ പറഞ്ഞു. വലിയ സന്തോഷം. ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും തമാശ പറയണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ PT ഉഷയാണ് വന്നിരുന്നെങ്കിൽ തിരുമേനി എന്തു പറയുമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. മാഡം ഇവിടം വരെ വന്നതല്ലേ, ഒരു 100 മീറ്റർ ഇതിലെ ഓടി സ്റ്റേജിട്ട് കയറി വന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറയുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പിള്ളേരൊക്കെ ഭയങ്കര അധികം മാറുന്നുണ്ട്. ഇപ്പം ഞാൻ മോനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എൻ്റെ മോൻ, ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നിങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് ഇവൻ കിടന്നുറങ്ങാത്തത്, അല്ലെങ്കിൽ ഇവൻ കിടന്നുറങ്ങുന്നവനാണ്, 9 മണിക്ക് ഉറങ്ങും. നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇവൻ 12 മണി വരെ നിങ്ങളുടെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, 6 മണിക്ക് എണീറ്റ് സ്കൂളിൽ പോകേണ്ടവനാണ്. ഞാൻ ഇവനെ ഉറക്കട്ടെ, നിങ്ങൾ ഹോളിൽ ചെന്നിരിക്കും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹോളിൽ ചെന്നിരുന്നു. ഒരു 12 മണിയായിട്ട് ഇവള് വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവക്കൊരു മെസ്സേജ് അയച്ചു, മോൻ ഉറങ്ങിയോ, ഞാൻ വരട്ടെ എന്ന് ചോദിച്ച്. അപ്പോൾ മറുപടി വന്നു, അമ്മ ഉറങ്ങി, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ബോധ്യമുണ്ട് പിള്ളേർക്ക്. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഇളയവൻ ഒരു ദിവസം ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മുറിയിലോട്ട് വാ, ഓടി വാ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിന്നാമിനിങ് പറഞ്ഞു പോണേ, ഒരു പച്ച ലൈറ്റ് പറന്ന് നടപ്പുണ്ടെന്ന് പറഞ്ഞവൻ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മിന്നാമിനിങ്ങിനെയൊന്നും ഇവൻ കണ്ടിട്ടില്ല. തെറ്റല്ല പറയുന്നത്, ഈ സാധനം ഒന്ന് മിസ്സിംഗ് ആണ്. അപ്പം ഈ സ്കൂളൊക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള, ഞാൻ കൈത്തറി വ്യവസായം നടത്തുന്നിടത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയതൊക്കെ കണ്ടു പല സ്ഥലങ്ങളിലും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട്, അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും മണ്ണ് വാരി ഇടുമല്ലോ. ഒരു കുട്ടിയെ കൊണ്ട് മണ്ണ് വാരി ഇടിക്കൊണ്ടും വാരിയില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവൻ ഇതുവരെ മണ്ണ് വാരിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇടും? അപ്പം അവിടെ ഇത്തരത്തിലുള്ള പ്രായോഗികതകൾ വളരെ ആവശ്യമാണ്. ആ സ്കില്ലുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു, പണ്ട് ഇവിടെ ഒരു വിചാരം ഉണ്ടായിരുന്നു, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. അച്ഛൻ അത് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്കത് പഠിക്കുന്ന കാലത്ത് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് നേരെ പോയി പഠിച്ചില്ല. ഇപ്പോഴും 4 വരി എഴുതി 5 സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമറും തെറ്റിപ്പോവും എന്നുള്ള പ്രത്യേക അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കെന്തോ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇംഗ്ലീഷിനോട് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യമാണ്. പലപ്പോഴും ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ മാത്രം വിദ്യാഭ്യാസ കുറവ് എനിക്കെതിരെ വരുന്നവർക്ക് ഉണ്ടാക്കാറില്ല എന്നുള്ളത് കൊണ്ട് പറയാറുമില്ല. പക്ഷേ ഇംഗ്ലീഷുകാരെ സത്യത്തിൽ ദൈവം പറ്റിച്ചു. അവർക്ക് 26 അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ. മലയാളിക്ക് 50-ലധികം അക്ഷരങ്ങൾ തന്നു. വള്ളി തന്നു, പുള്ളി തന്നു, കുനിപ്പ് തന്നു, ദീർഘം തന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്ത ഇൽ, ഇൻ, എണ്ണ്, കിണപ്പിണെന്നൊക്കെ പറഞ്ഞ് കുറേ അക്ഷരങ്ങൾ വേറെയും കിടപ്പുണ്ട്. അത്രയധികം അക്ഷരങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇംഗ്ലീഷിൽ സൂര്യൻ സൺ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. മലയാളത്തിൽ അർക്കൻ, ദിവാകരൻ, ജോർജ്, ജോസഫ്, ബോവാസ്, എന്ത് പറഞ്ഞാലും സൂര്യൻ തന്നെയാണ്. കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. മലയാളത്തിൽ അക്ഷി, നേന്ത്രം, നേന്ത്രപ്പഴം, എന്ത് പറഞ്ഞാലും കണ്ണ് തന്നെയാണ്. മാത്രമല്ല, മലയാളി തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് പറയും, ആന്ധ്രയിൽ പോയാൽ തെലുങ്ക് പറയും, കർണാടകത്തിൽ പോയാൽ കന്നഡ പറയും, ചൈനയിൽ പോയാൽ ചൈനീസ് പറയും, ഫ്രാൻസിൽ പോയാൽ ഫ്രാൻസീസ് പറയും. പക്ഷേ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേ വരെ ഈ ലോകത്ത് മറ്റൊരു ഭാഷക്കാരനും പറ്റിയിട്ടില്ലെന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മൾ. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളോട് അടുത്ത് നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അത് പല നടന്മാരുടെയും നടിമാരുടെയൊക്കെ പിറന്നാളുകൾ ആഘോഷിക്കാറുണ്ട്, കുട്ടികളും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ ഒരു ഫോം വിതരണം ചെയ്തിട്ട് ആ ഫോമിൽ എവിടെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളം ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ പറ്റാതെ പൂരിപ്പിക്കാൻ 2% പിള്ളേർക്കേ പറ്റുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രായോഗിക ബുദ്ധി. പ്രായോഗികമായി നമ്മളോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളോട് നമ്മളിപ്പോൾ പുലർത്തുന്ന അകലം കൊണ്ടുള്ള കുഴപ്പം. ആ അകലം അടുപ്പിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ. അപ്പോൾ ഞാനിനി നർമ്മം പറയുന്നില്ല. ഞാൻ പണ്ട് പഠിച്ചൊരു പരിപാടി തന്നെ കാണിച്ചിട്ട് ഞാൻ പോവാം.
ഇനിയും കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ട്. വ്യഞ്ജനാക്ഷരങ്ങൾ ഞാൻ ഭാഷയെക്കുറിച്ച് യാദൃശ്യമായിട്ട് നമ്മളൊന്ന് പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത്. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു, കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ടെന്നുണ്ടെങ്കിൽ കായുടെ കഴിവുകളെക്കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരിനമാണ്. ശ്രദ്ധയേറെ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ്. തലച്ചോറ് നാക്കുമായിട്ടുള്ള കണക്ഷൻ പിടിച്ചുകൊണ്ടുള്ള ഒരു ഇനമാണ്. ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ നിങ്ങളുടെ കൈയടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ക എന്ന അക്ഷരത്തിന്റെ കഴിവുകളെക്കുറിച്ച് ഞാൻ പറയാം. കലാകാരത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈഡികൾ കൊണ്ട് കുളിര് കൊരിപ്പിക്കാനായി കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്നെ കൂപ്പയിക്കൊള്ളാം. കൈ കണ്ണ് കാര്യങ്ങളിൽ കട്ടി കുട്ടികളെ ഇഷ്ട ക്രിക്കറ്റിലിടയിൽ കളിക്കറമങ്ങുന്ന കുഴയിലൊരുക്കുക കമ്പിളി കുമ്പളെ കണക്കിൽ കപ്പത്തിലെ കാകാരന്മാരിൽ അമേരിക്കയിലൊരുക്കുക ക്ലിനിലൊരുക്കുക ക്ലിനിന്റെ കാമിക്ക് മോണിക്കലം സ്കില്ലുണ്ടുക. ലോകത്തിൽ നിരക്കത്തിന് സ്കൂട്ടറിലും സൈക്കിളിന് കായുണ്ട്. കരയിൽ കിടന്ന കല്ല് കട്ട കടൽ കട്ടെല്ലാം കായില്ല കേട്ടില്ല കൊള്ളാവുന്ന നേരം കാ മാത്രമാണ്. കാകാരമാണ് കരുത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തുമാരെ കീഴ്പ്പെടുത്തുന്ന 4 കാര്യങ്ങളാണ് കാമം, ക്രോധം, കള്ള്, കാമിനി. 4 കായുണ്ട്. കവിളി കേമൻ കാളിദാസൻ, കഥകളി കേമൻ കഥകളി, കക്കനേപ്പൻ എൻ്റെ കള്ളൻ, കള്ളമാരി കേമന കായങ്ങളുടെ കൊച്ചുണ്ണി. ഇതൊരു കുരിശാൻ തോന്നുന്നുണ്ടെങ്കിൽ കുരിശ് കിടന്ന ക്രിസ്തു ഉണ്ട് മറ്റൊരു ക്രിസ്തു കൃഷ്ണൻ അറിയാമറിയാം കാശ് കുർബാന കബർ കല്ലറ കാശുരൂപം കൊന്ത കാശ് കുറഞ്ഞാലോ കടം കറിയിലോ കരഞ്ഞുകൊണ്ട് കുടിക്കും. കള്ള് കള്ളാണെങ്കിൽ കൊല്ലം കല്ലുവാതിക്ക് നോടിച്ച കാര്യം പറയും. ഇനി ഞാൻ കേരളത്തെക്കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നതിന്റെ കായലാണ്. കന്യാകുമാരിക്കും കാസർഗോഡ് മടക്കാണ് കേരളം കുടികൊള്ളുന്നത്. കൂടാതെ കൂടുതലും കാസർഗോഡുള്ള ജില്ലകളാണ് കേരളത്തിൽ എപ്പിച്ചിട്ട് കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിന്റെ കണ്ണിൽ കുളിർമ കേരളം കാണാനാണ്. കാറിൽ കടന്നുകൊണ്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല. കരക്കും കടൽ മടിയിൽ കേരള വൃക്ഷങ്ങളുമായി കേരളം കുടികൊള്ളുന്നു. കേരളത്തെ കാടുകളിൽ കടുവ, കരടി, കഴുത, കലമാങ്, അങ്കാരു, കട്ടന, കാട്ടുപോത്ത്, കുയിലു, കുരക്കൻ, കീരി, കുരങ്ങൻ, കുതിര, കോഴി, കുട്ടത്തെ, കോബ്ര, കരിങ്കുരങ്ങൻ എന്നീ കാട്ടുമൃഗങ്ങളുമുണ്ട്. ഇതൊരു കല്യാണം തോന്നൽ കലയിൽ കൂടുതലും കായാണ്. കൂത്ത്, കൂടിയാട്ടം, കാവട്ടിട്ടം, കുറുത്തോട്ടം, കുത്തിയോട്ടം, കടവാളി, കോൽകളി, കോലന്തുടൽ, കുമ്മാട്ടി, കഥകളി. ആയോധന കലകൾ 3 കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കയ്യ്, കാല്, കണ്ണ്, കാത്, കരൾ, കവിള്, കഴുത്ത്, കഷ്ണം, കമ്പിയിലെ കർണ, കൊമ്പ, കെട്ടി, കൃഷ്ണൻ, കുടവേർ, കൃഷ്ണമണി എല്ലാം കാകാരന്മാരാണ്. ഇനി കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാകാരന്മാരാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കമാനം, കട്ടൗട്ട്, കള്ളപ്പണം, കയ്യാങ്കളി, കൈട്ടൂര്, കൊല്ല, കത്തിക്കുത്ത്, കൂട്ടിക്കൊടുപ്പ്, കോഴ, കൂട്ടുമുന്നണി കഴിഞ്ഞ് റെയിൽ വരെ എത്തിയിരിക്കുകയാണ്. കയ്യിൽ ആരംഭിക്കുന്ന സാധനമാണ്. എനിക്ക് ഇഷ്ടമുള്ള സിനിമാ താരം കുറിച്ച് പറയാം. കണ്ണു കാണാത്ത കുരനെ കാണികളെ കരപ്പിക്കാൻ കലാഭൂമണി കാലരപ്പിക്കുന്ന കാട്ടിലെ മാനിന്റെ കാകാനമാണ് പാടിയത്. കാര്യഗുരവുമില്ലാത്ത കുട്ടികളെ വന്നത്ത് കരുമാട്ടി കുട്ടനപ്പോൾ കൈകൊട്ട് പെണ്ണെ എന്ന് തുടങ്ങുന്ന മറ്റൊരു കാകാനമാണ് പാടിയത്. കുള്ളനെയും കുബേരനെയും കസറം തന്നെ കമലഹാസൻ കായിട്ട് നടുക്ക് കാലിൽ ഷക്കീരൊന്നും കേരളത്തിലെ കുമാരക്കരയും കോളേജ് കുമാരന്മാരെയും കോരിത്തിരിപ്പിച്ചിരുന്നത്. കൂടാതെ കനകത്ത് കൽപ്പന, കാവേരി, കൊട്ടാരക്കര, കാവ്യമാതം, കൊഞ്ചം, കുഞ്ചാക്കം, കാരൂർമ, KPC, കൈതപ്പറം, KJS, KTS പടന്നതിലെല്ലാം കാകാരന്മാരാണ്. ഇനി ഞാൻ കണ്ടെടുത്ത കാ സിനിമകളെ കുറിച്ച് പറയാം. ഞാൻ കണ്ടെടുത്ത മിക്ക സിനിമകളും കാ സിനിമകളാണ്. ചിലരെ പോലെ സിനിമകളല്ല. ഞാൻ കണ്ടെടുത്തിട്ടുള്ള കാ സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. കമലതൻ, കർമ്മതം, കളിയാട്ടം, കളിവീടി, കളിക്കളം, കളിഞ്ഞാൽ, കഴകം, കമ്പോടം, കടൽ, കമ്മീഷണർ, കർമ്മ, കർണാടകം, കണ്ണാടക്കടവത്ത്, കള്ളക്കാപ്പത്തിലെ കള്ളിച്ചെല്ലമ്മ, കണ്ടത് കിടന്ന് കടിഞ്ഞു കല്യാണം, കല്യാണം പെറ്റുന്ന കല്യാണ കച്ചേരി, കളമശ്ശേരി കല്യാണകം, കടത്തണ്ടമ്പാടി, കടപ്പത്തച്ചൻ, കല്ലിയങ്കാട്ട് നീതി, കനൽക്കാറ്റ്, കടക്കാറ്റ്, കടവ്, കല്ല് കൊണ്ടുവരുമ്പോൾ കന്യാമേരി കവിത, കണ്ടപ്പച്ചോട്ട്, കടത്തിക്കുളിക്കുളി, കാക്കത്തുള്ളതും കാക്കത്തുള്ള കതൊരു കാതനും കാണാമറത്ത്, കാരുണ്യം, കാട്, പാലാപനി, കാർണിവൽ, കാണാക്കനം, കാഞ്ചരം, കാവടിയാട്ടം, കാട്ടുകുതിര, കാശ്മീരം, കാബുളിവാല, കിരീടം, കിലുക്കും, കിലുക്കാമ്പട്ടി, കിഴുക്കുരം, പക്ഷി, കുറുപ്പന, കണസു, കൊലപതി, കുലം, കൊക്കരക്കോയും കഴിഞ്ഞ്, കണ്ണൂർ സ്കോഡും കഴിഞ്ഞ്, കിങ് ഓഫ് കൊത്തയും കഴിഞ്ഞ്, KGF കഴിഞ്ഞ്, കാന്താരയും കഴിഞ്ഞ്, കാന്ത വരെ എത്തിയിരിക്കുന്നു കായലാരംഭിക സിനിമകൾ. ഇതിലൊന്നും നമ്മൾ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. കാത്തോലിക്സ് എന്ന് പറയുന്നതിനകത്തും കാകടപ്പുണ്ട്, കർദിനാൾ എന്ന് പറയുന്നതിനകത്തും കാകടപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി എന്നെ വിളിച്ചത് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഹരി അഞ്ചലാണ്. അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. ഒരുപാട് സിനിമകളുടെ അണിയറയിൽ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നവരാണ്. ഹരിച്ചേട്ടനോടും ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും ഒക്കെ. ഇനിയിപ്പോൾ ഹരിച്ചേട്ടൻ വിളിച്ചില്ലെങ്കിലും ഞാൻ പ്രിൻസിപ്പൽ വിളിച്ചാൽ എല്ലാ ഫംഗ്ഷനും പോകാറുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പ്രിൻസിപ്പൽ എന്നെ അല്ല എൻ്റെ അച്ഛനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു അച്ഛനായതിനു ശേഷമാണ് ഏതെങ്കിലും സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് 4 മണിയായി ചായ കുടിക്കാൻ നിൽക്കേണ്ട പോകാമെന്ന് പറഞ്ഞു. സത്യത്തിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിൽക്കാൻ പേടിയായതുകൊണ്ടാണ് നമുക്ക് ചായ കുടിക്കാൻ നിൽക്കേണ്ട പോകാം എന്ന് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇപ്പം